ഇങ്ങനെയാണ് ഒരു പ്രഷർ സിറ്റുവേഷനിൽ മാച്ച് കളിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തന്ന ഒരു പ്ലെയർ ആയിരുന്നു ശരിക്കും ഫെരേര. 26 ബോളിലാണ് 52 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്, 3 സിക്സും 6 ഫോറും. അതായത് ആ ഒരു ഗ്രൗണ്ട് ഷോട്ട് കളിക്കേണ്ട സ്ഥലത്ത് ഗ്രൗണ്ട് ഷോട്ട് തന്നെ കളിച്ചു, പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല. സ്ട്രൈക്ക് റേറ്റ് ആളുടെ കുറയാത്തതുകൊണ്ട് തന്നെ ആ ഒരു റൺ റേറ്റ്, റെക്കോർഡ് റൺ റേറ്റ് അധികം കൂടാത്ത രീതിയിൽ ആൾ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ശരിക്കും ഫെരേരയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് 1-2 മാച്ചസിൽ കാണുന്നുണ്ട് കേട്ടോ, ഫെരേര നല്ലൊരു പ്ലെയർ ആണ്. കാരണം ആള് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ കറക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ ഒരു മെയിൻ പ്രശ്നം തന്നെ ഫിനിഷിംഗ് ആയിരുന്നു. ആൻഡ് ഇത്തവണ സ്റ്റാർട്ടിംഗ് മുതലേ ഓപ്പണിംഗ് ഗംഭീരാണ്. ആൻഡ് ഇപ്പോൾ കുറച്ച് മാച്ചസ് ആയിട്ട് ഫിനിഷിംഗും നന്നായിട്ട് വരുന്നുണ്ട്. ഫെരേരയ്ക്ക് കറക്റ്റ് സപ്പോർട്ട് കൊടുത്ത ഒരാളായിരുന്നു നമ്മുടെ ശുഭം ഡൂബെ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ആൾ വന്നത്, പക്ഷേ ആ ഒരു മാച്ചിലും കറക്റ്റ് ഇമ്പാക്ട് ആറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 12 ബോളിൽ 31 റൺസ്, 250 മേലെ സ്ട്രൈക്ക് റേറ്റ്. അത് മാത്രമല്ല 2 സിക്സും 3 ഫോറും ആൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫെരേരയ്ക്ക് കളിക്കാനുള്ള ഒരു കറക്റ്റ് ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ശുഭം ഡൂബെ. പ്രഷർ അധികം അങ്ങോട്ട് കൊടുക്കാതെ രണ്ടുപേരും ഈക്വലി ആ ഒരു പ്രഷറിനെ ഡിവൈഡ് ചെയ്ത് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ആ ഒരു സ്കോർ ചേസ് ചെയ്ത് കറക്റ്റായിട്ട് ജയിക്കേണ്ട ആ ഒരു സ്റ്റേജിലോട്ട് അവർ രണ്ടുപേരും കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. വെൽ പ്ലേഡ്. കാരണം ഇന്നത്തെ കംപ്ലീറ്റ് ക്ലാപ്പ് കിട്ടേണ്ട പ്ലേ ആണ് ശരിക്കും അവർ രണ്ടുപേരും കളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഓക്കെ, ഫെരേരനെ നമ്മൾ അടിപൊളി പ്ലെയർ ആണ്, എല്ലാം കളിച്ചു എന്നൊക്കെ പറയാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണറും കൂടി ഗംഭീരമായിട്ട് കളിക്കുമ്പോഴാണ് ആ ഒരു മാച്ച് ജയിക്കാൻ പറ്റുന്നത്. നമ്മൾ ഇതിന് മുന്നേ 1-2 മാച്ചസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ഡേവിഡ് മില്ലറിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഫിനിഷിംഗിന്റെ പോയിന്റിൽ എത്തുന്ന സമയത്ത് അവർ ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ആരെങ്കിലും ഒരാൾ കൂടെ വേണം ആ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അത് ഇന്ന് കറക്റ്റായിട്ട് ശുഭം ഡുബെക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെർഫെക്റ്റ് പ്ലെയേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. നേരത്തെ പഞ്ചാബ് കിങ്സിന് 6-ാം ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ബോളർ ഉണ്ടായിരുന്നല്ലോ, ബർഗർ. അതുപോലെ പഞ്ചാബിന്റെ ഭാഗത്തുനിന്ന് നല്ല കോൺട്രിബ്യൂഷൻ 2 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരാളല്ല, 2 പേര്. നമ്മുടെ അർഷദീപ് സിംഗും അതുപോലെ തന്നെ ലോക്കി ഫെർഗുസൺ. അർഷദീപ് 4 ഓവറിൽ 68 റൺ കൊടുത്ത സമയത്ത് ലോക്കി ഫെർഗുസൺ 4 ഓവറിൽ 57 റൺസ് കൊടുത്തു. അതായത് 2 പേര് 50 അടിച്ച് കൊടുത്തു എന്നറിയാം. അതും നല്ല സ്ട്രൈക്ക് റേറ്റിൽ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അതിൽ അർഷദീപാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ ഒരു വിക്കറ്റ് അർഷദീപ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫെർഗുസൺ ഒരു വിക്കറ്റ് പോലും എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം. ഇവര് രണ്ടുപേരും കൊടുത്ത റൺസ് ശരിക്കും ഇന്നത്തെ മാച്ചിന് പഞ്ചാബിന് ലോസ് ആവാനുള്ള ഒരു മെയിൻ കാരണം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ ഇതുവരെ അൺബീറ്റൻ ആയിട്ട് നിൽക്കുന്ന പഞ്ചാബാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും തോറ്റത്. അതുകൊണ്ട് ഇവർ അത്രയും ബാഡ് ബോളേഴ്സ് ആണെന്നൊന്നും പറയുന്നില്ല. ചില ദിവസങ്ങൾ ഉണ്ടാവും, ചില പിച്ചസ് ഉണ്ടാവും, ചില മാച്ചസിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അർഷദീപിന് ഇപ്പം അടുത്തായിട്ട് കുറച്ച് റൺസ് കൊള്ളുന്നുണ്ട് കേട്ടോ, നമ്മുടെ ബർഗറിനെ പറഞ്ഞ പോലെ. ആൻഡ് പഞ്ചാബിൽ ഇതിന് മുന്നേ ബാട്ട്ലെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാട്ട്ലെറ്റും കണക്ക് തന്നെയാണ്, കഴിഞ്ഞ മാച്ചിലൊക്കെ അത്യാവശ്യം റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇന്നത്തെ ഒരു 4 ബോളും കൂടി എറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മാർക്കോ യാനിസനും ഇവരുടെ ആ ഒരു ലിസ്റ്റിൽ എത്തിയേനെ കേട്ടോ. കാരണം 3.2 ഓവർ എറിഞ്ഞപ്പോൾ തന്നെ 41 റൺസ് കൊണ്ടിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചിലപ്പം ആ ഒരു ലിസ്റ്റിലോട്ട് പോകേണ്ട ഒരാളായിരുന്നു ശരിക്കും മാർക്കോ യാനിസൻ. അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത് നമ്മളെ യുസ്വേന്ദ്ര ചാഹൽ തന്നെയാണ്. അത് ആള് ആ ഒരു എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെ, അത് മാത്രമല്ല ആ ഒരു 3 വിക്കറ്റും ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രാറിന് വിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു 4 ഓവർ ഗംഭീരമായിട്ട് ആ ഒരു എക്കണോമി പിടിച്ചുകൊണ്ടുള്ള, ഏറ്റവും ഇന്ന് എക്കണോമി കുറഞ്ഞ രീതിയിൽ ബോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രാറിനെയാണ്.